ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹാപ്പി വെൽക്കം ടു അരുവിക്കച്ചാൽ വാട്ടർഫോൾസ്. ഇതെവിടെയാണെന്നോ? ഇതും കോട്ടയത്താണ്. കോട്ടയത്ത് ഈരാറ്റുപേട്ടയിൽ ചെന്നിട്ട് പൂഞ്ഞാർ മുണ്ടക്കയം റോഡിൽ ഒരു 13 കിലോമീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു ഗുരുമന്ദിരത്തിൻ്റെ ആർച്ചുണ്ട്. പാതാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ നിന്നും പഞ്ചായത്ത് റോഡ് വഴി 1 കിലോമീറ്റർ മുന്നോട്ട് ചെന്നിട്ട് റൈറ്റിലേക്കൊരു 200 മീറ്റർ ചെന്നാൽ സുന്ദരമായ ഈ പ്രദേശത്ത് നമ്മൾ എത്തിച്ചേരും. ഇവിടെയാണ് വാട്ടർഫോൾസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രദേശത്തിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്, അടച്ചിട്ടിരിക്കുകയായിരുന്നു. നല്ല നടപ്പുണ്ട് ഇങ്ങോട്ടേക്ക്. 1 കിലോമീറ്റർ മുന്നേ വരെ നമുക്ക് വാഹനമൊക്കെ ഇവിടെ എത്തും. ഇതാ നോക്കൂ, എത്ര സുന്ദരമാണെന്നോ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണിത് കേട്ടോ. 120 അടിയാണ് ഇതിൻ്റെ ഉയരം. ഇതാ നോക്കൂ, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോക്കിയിട്ട് ഇത് ദൂരേന്നേ ഇങ്ങനെ കുറേശ്ശെ നമുക്ക് കാണാം. അപ്പോൾ നോക്കിയിട്ട് വെള്ളം അധികം ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല മലവെള്ളം ഇങ്ങനെ കുത്തൊഴുകി വരികയായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കാണാനൊക്കെ എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. അപ്പോൾ ആ കാണുന്ന വളവും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തെത്തും. ഏറ്റവും മേളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ പ്രദേശം കൃഷിയിടങ്ങളൊക്കെയാണ് കൂടുതലും ഇരുവശത്തും ഉള്ളത്. റബ്ബറൊക്കെ ധാരാളം കണ്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീടുകളുമൊക്കെ ഉണ്ട്. എങ്കിലും ഇന്ന് സന്ദർശകരധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. കാരണം 2-3 ദിവസമായിട്ട് കോട്ടയത്ത് അങ്ങനെ വലിയ മഴയൊന്നുമില്ല. എത്ര പെട്ടെന്നാണ് കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നതെന്നോ. എങ്കിലും ആ പ്രദേശം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഉയർന്നു നിൽക്കുന്ന ഈ പാറക്കെട്ടുകളും അതുപോലെ ഏറ്റവും മുകളിൽ നിന്ന് മുത്തുമണികൾ താഴേക്ക് ചിതറിത്തെറിച്ചെത്തുന്നത് പോലെയാണ് വെള്ളം പതിക്കുന്നത്. എന്ത് ഭംഗിയാണ് ആ കാഴ്ച. വെള്ളം കുറച്ച് കുറവാണെങ്കിൽ കൂടി നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ. കാരണം അത്ര ഉയരത്തിൽ നിന്നല്ലേ താഴേക്ക് പതിക്കുന്നത്. ഒപ്പം പ്രകൃതി രമണീയമായ ഈ പ്രദേശവും ഒക്കെ കൺകുളിർക്കെ കണ്ട് കുറേ സമയം ഇവിടെ ചിലവഴിച്ചു. അപ്പോഴേക്കും വെയിലിന് കനം വെച്ച് തുടങ്ങി. എങ്കിൽ പിന്നെ മടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ദൂരം പറഞ്ഞില്ലല്ലോ. കോട്ടയം തിരുനക്കരയിൽ നിന്നും 56 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക്. വളരെ സേഫായ പ്രദേശമാണ് കേട്ടോ. ഫാമിലിയൊക്കെയായി ഇവിടെ വന്ന് കുറേ സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയ ഇടമാണ്. അങ്ങനെ നിഴൽ മൂടിയ വഴിയിലൂടെയുള്ള മടക്കയാത്ര. ഒരു പകൽ കുറേ സമയം വളരെ സന്തോഷകരമായി ഞങ്ങൾക്കിവിടെ ചിലവഴിക്കാൻ പറ്റി. ഒപ്പം അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. കോട്ടയത്തെ വെള്ളച്ചാട്ടങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്നുകൂടി കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ വെള്ളച്ചാട്ടങ്ങളുടേത് പോസ്റ്റ് ചെയ്തിരുന്നു. മീൻതെറ്റിപ്പാറയും മേലരുവിയും. ആ 2 വീഡിയോയും കണ്ടിട്ടില്ലാത്തവർക്കായി ഈ വീഡിയോയുടെ അവസാന ഭാഗത്തും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ കാണണേ. ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ മുഖഭാഗത്ത് ഒരു ചെറിയ കടയുണ്ടായിരുന്നു, അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തുറന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നും ആ ചേച്ചിയുടെ കയ്യിൽ നിന്നും 2 ബ്ലാക്ക് കോഫിയൊക്കെ വാങ്ങിക്കഴിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്.